ശനി നിൽക്കുന്ന ഭാവം അഞ്ചാം ഭാവം പുത്രസ്ഥാനം മന്ദഗതിയിലെ ഏതൊന്നും കിട്ടുകയുള്ളൂ. അത് ദൃഷ്ടി വന്നാലും ഇപ്പൊ 11 നിൽക്കുന്ന ശനി ദൃഷ്ടി അഞ്ചാം ഭാവം ചെയ്താലും ലേറ്റ് ആവുക, അതായത് പുത്രസമ്പത്ത് ലേറ്റായി കിട്ടുക, ഇത്രയേ ഉള്ളൂ. രാഹുവും പുത്രദോഷവും ഇതിനെപ്പറ്റി സംസാരിക്കാൻ പ്രസിദ്ധ ജ്യോതിഷനായ ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം സാർ. 5-ൽ രാഹു വന്നാൽ പുത്രദോഷം ഉണ്ടാകുന്നു എന്നൊരു കേൾവിയുണ്ട്, അത് എത്രത്തോളം ശരിയാണ്? ശരിയാണത്. അപ്പം നമുക്ക് ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ 5-ലെ രാഹു സർപ്പദോഷം എന്ന് പറയും. അപ്പം അതിൽ ലഗ്നാൽ ഉദ്ദേശിക്കുകയാണ്. ലഗ്നാൽ ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ ലഗ്നാൽ 5-ൽ രാഹു വന്നു കഴിഞ്ഞാൽ അത് സർപ്പനെന്നാണ് നമ്മൾ ഗ്രഹനിലയിൽ എഴുതുന്നത്. ഇത് കടുത്ത പുത്രദോഷമാണ്. അപ്പം ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ദോഷത്തിന് ചെറിയ ശമനം ഉണ്ടാവും. അപ്പോൾ ഇത് ലേറ്റായി കുട്ടി ജനിക്കുക, അല്ലെങ്കിൽ അതിനൊരു കുറവ് സംഭവിക്കുക, ശാരീരികമായ കുറവ്. അതെ 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 കുട്ടിക്ക്. അതിൽ വേറെ ഒരു ഗ്രഹ കോമ്പിനേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് രാഹുവും രവി സൂര്യനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അംഗവൈകല്യം കുട്ടിക്ക് ഉണ്ടാവും. പിന്നെ ചൊവ്വയും ശനിയും ചേർന്ന് 5-ൽ നിന്ന് രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു കഴിഞ്ഞാൽ അത് ഓട്ടിസം പോലത്തെ ബുദ്ധിപരമായ അങ്ങനെയുള്ള ഒരു അതും ആരോഗ്യ പ്രശ്നമാണ്. അപ്പം ഇത് സത്യമാണ്. പിന്നെ മറ്റുള്ള ഗ്രഹസംയോഗം നോക്കുകയാണെങ്കിലും ഇപ്പോൾ പറഞ്ഞില്ലേ, ചൊവ്വയും ശനിയും രാഹു ദൃഷ്ടി വരികയോ അല്ലെങ്കിൽ രാഹുവും രവിയും സംയോഗം വരുന്നതെല്ലാം ഈ ഒരു കുറവ്, അതായത് പുത്രദോഷം എന്ന് പറയും. ഇത് പൂർവ്വപുണ്യം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതിന്റെ ചെറിയ ദോഷങ്ങൾ. അതെ അതെ അതെ, സർപ്പനാണ് ഇതിന്റെ. അതാണ് പണ്ട് കാലങ്ങളിൽ സർപ്പക്കാവ് നമുക്ക് പരിപാലിച്ചു പോകുന്നത്. അപ്പം സർപ്പ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻജന്മം അതിന്റെ ഫലം ഈ ജന്മം നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഈ ജന്മം ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ കൊണ്ടുള്ള ദുഃഖം, അങ്ങനെയും പറയാം. ഇപ്പം മഹാഭാരതത്തിൽ അർജുനന്റെ മകന്റെ ഇതറിയാമല്ലോ, പുത്ര സ്വകം. അതായത് മഹാഭാരതത്തിലെ അഭിമന്യുവിന്റെ കഥയാണ് പറയുന്നത്. പത്മയുഗത്തിൽപ്പെട്ട് മരണപ്പെടയല്ലേ. അപ്പോൾ അതൊരു സർപ്പശാപത്തിന്റെ കഥയാണ്. അതിപ്പോൾ വിസ്താരഭയത്തിൽ പറയുന്നില്ല. അപ്പോൾ ഇത് സത്യമാണ് ഈ ഗ്രഹത്തിൽ. അപ്പോൾ അതിന് പരിഹാരമുണ്ട്. പരിഹാരം എന്ന് പറയുന്നത് നമുക്കിപ്പം നാഗരികാവിൽ അതിൻ്റെ യഥേഷ്ടം വഴിപാട് നടത്തുന്നത് നമുക്ക് ആ ദോഷകാഠിന്യം കുറയ്ക്കും. അപ്പോൾ കാലേക്കുട്ടി ഇത് കാണണം. ഒരു ജാതകം എഴുതുമ്പോൾ 5-ലെ രാഹു, സ്ത്രീക്കാണെങ്കിൽ 9-ലെ രാഹു. ഇപ്പൊ പുത്ര ഇത് സമ്പത്ത് കണ്ടുപിടിക്കുന്നത് 5-ാം ഭാവം പുരുഷന്, സ്ത്രീക്ക് 9-ാം ഭാവം. അപ്പൊ ഈ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഇതിന് മൊത്തം പ്രശ്നങ്ങൾ വരുന്നത്. ഗുരു ദൃഷ്ടി ഏറ്റു കഴിഞ്ഞാൽ ആ ദോഷം മാറിയാണ്. അതുപോലെ ഗുരു 5-ൽ നിന്ന് മറ്റൊരു ഗ്രഹത്തോട് ചേരണം, സംയോഗം. അതും ഇപ്പം ചന്ദ്രൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ജനിക്കും കൂടുതലായിട്ട്. അത് ഓജരാശിയല്ല, യുഗ്മരാശി. അതുപോലെ കുജനും രവിയും ചേർന്ന് ഓജരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ സന്താന യോഗം. അതൊക്കെ ദീർഘായുസുള്ള കുട്ടികളുടെ ഒരു ഫലമാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു കുട്ടിയുടെ ജനനത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതുപോലുള്ള ആരോഗ്യസ്ഥിതികൾ. അതെ. അപ്പൊ അതിനു മുമ്പേ, കുട്ടി ജനിക്കുന്നതിന് മുമ്പേ ഇത് നമുക്ക് അറിയാനുള്ള അതാണ് ആ പുരുഷ ജാതകവും സ്ത്രീ ജാതകത്തിന്റെ ഇത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹാരം ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. പിന്നെ ഈ 5-ലെ രാഹുവിന്റെ ഇത് പറഞ്ഞായിരുന്നു. അപ്പം കർമാധിപൻ എന്ന് പറയും. അതായത് 5-ൽ നിൽക്കുന്ന രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ കർമ്മസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പുത്രദോഷം പറയാൻ പാടില്ല. ആ ഗ്രഹനിലയിൽ, അതായത് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് ഉദ്ദേശിക്കുന്നത്. 5-ാം ഭാവം പുത്രസ്ഥാനം, സ്ത്രീയുടെ ആണെങ്കിൽ 9-ാം ഭാവം. അപ്പൊ ഈ 5, 9 എന്ന് പറയുന്നത് 10-ൽ ആ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം അധിപൻ 10-ൽ വന്നു കഴിഞ്ഞാൽ കർമ്മസ്ഥാനത്ത് ഗ്രഹം വന്നു കഴിഞ്ഞു. അപ്പൊ പുത്രസമ്പത്ത് വേണം, കിട്ടണം, ലേറ്റായി കിട്ടും. അപ്പോൾ ആ ദോഷം മാറി കിട്ടുന്നു. ഈ ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ അത് കടുത്ത പുത്രദോഷമാണ്. അപ്പം നാഗരനാണ് ആ പരിഹാരം ചെയ്യേണ്ടത്. ഇപ്പം പാമ്പമ്മക്കാവുണ്ട്, പിന്നെ ഇതെല്ലാം സർപ്പക്കാവുകളിലാണ് അതെ ആ പ്രീതി പരിഹാരം ചെയ്യേണ്ടത്. ചിലവർ അവരുടെ കുടുംബ ക്ഷേത്രത്തിലെ കാവുകൾ നശിപ്പിച്ചിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ദോഷം ഈ ഗ്രഹത്തിൽ കാണാൻ സാധിക്കും. അപ്പം അത് ദോഷമാണ്. അതിൻ്റെ പരിഹാരം ചെയ്ത് മാറ്റുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ 5-ൽ ശനി വന്നു കഴിഞ്ഞാൽ, പാവഗ്രഹങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ശനി മാത്രം വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് കുട്ടികൾ 10 കൊല്ലം 12 കൊല്ലം താമസിച്ച് കിട്ടും. അത് ഈ ശനിയുടെ ഒരു ഇതാണ്. ഇപ്പൊ ശനി നമ്മൾ പറയുന്നത് അല്ല, ദോഷകരമല്ല, മന്ദൻ എന്ന് പറയും. ശനി നിൽക്കുന്ന ഭാവം 5-ാം ഭാവം പുത്രസ്ഥാനം മന്ദഗതിയിലെ ഏതൊന്നും കിട്ടുകയുള്ളൂ. അത് ദൃഷ്ടി വന്നാലും ഇപ്പൊ 11 നിൽക്കുന്ന ശനി ദൃഷ്ടി 5-ാം ഭാവം ചെയ്താലും ലേറ്റ് ആവുക,
അതായത് പുത്രസമ്പത്ത് ലേറ്റായി കിട്ടുക, ഇത്രയേ ഉള്ളൂ. അത് ദോഷമല്ല. കടുത്ത ദോഷം എന്ന് പറയുന്നത് രാഹുവാണ്. അതിനെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ശനിക്ക് ഇപ്പൊ ശാസ്താവിന്റെ പ്രീതി ചെയ്യാം. ചിലവരൊക്കെ നേർച്ച നേരും. ശബരിമലയിൽ കന്യയ്യപ്പനായിട്ട് കുട്ടികളെ കൊണ്ടുവരാമെന്ന് നേർച്ച നേരും. അങ്ങനെ കിട്ടാറുണ്ട് ശാസ്താവിന്റെ അമ്പലത്തിലാണ്. അതെ 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 അതെ. ഇപ്പോൾ ഇരട്ട കുട്ടികൾ ജനിക്കാറുണ്ട്. അതെ. അത് ഗ്രഹസംയോഗമാണോ? അതെ 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 അതെ. നമ്മളിപ്പോൾ ഈ 9 ഗ്രഹങ്ങളിൽ ബുധനെയാണ് ഇരട്ടയുടെ, അത് ട്വിൻസായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മിഥുനത്തിൽ 5-ാം ഭാവം, അപ്പം മകരം കുംഭലഗ്നം വരും. കുംഭലഗ്നത്തിന് 5-ാം ഭാവം എന്ന് പറയുന്നത് ഗ്രഹനിലയിലാണ്. മിഥുനത്തിൽ ബുധൻ വന്നു കഴിഞ്ഞാൽ അത് സൂര്യൻ മൗഢ്യം സംഭവിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇരട്ട കുട്ടികളെ പറയാം. അവർക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജനിക്കും. അതേ ഇത് ഇടവലഗ്നം, കന്നിയിൽ ബുധനും രവിയും, അപ്പം നിപുണന യോഗം എന്ന് പറയും. അപ്പം അത് പറയാൻ സാധിക്കും. എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട്. പറഞ്ഞ് ഇരട്ട കുട്ടികൾ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ. ചില കുട്ടികൾ 2 ആണായിരിക്കും. അതും ഒരു ഗ്രഹസംയോഗം തന്നെ. ഇതിൽ കറക്റ്റ് ആധിക്യം വരുന്നത് ബുധനാണ്. ബുധന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് 2 സ്വഭാവക്കാരൻ എന്ന് പറയും നമ്മൾ. ഇപ്പം ഇതിനെ ലഗ്നത്തിൽ നമ്മൾ പറയുന്നത് ഗ്രഹനില വെച്ചിട്ട് മോന് 2 സ്വഭാവം ഉണ്ടോ, രാശിയാണെങ്കിലും 2 സ്വഭാവം ഉണ്ടോ. അതായത് എവിടെ ബലം കൂടുതലോ അവിടെ നിൽക്കും. അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും, പഠന വിഷയത്തിലാണെങ്കിലും, ഇപ്പം ഒരു ലീഡറായിട്ട് നിൽക്കുന്ന സ്കൂളിൽ, അപ്പം ഏത് ഭാഗത്താണ് ബലം അവിടെ ചാഞ്ഞളയും. അതാണ് 2 സ്വഭാവം. 2 സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പുത്രസമ്പത്തിന്റെ ഈ 5-ാം ഭാവം വരുമ്പോൾ ഇരട്ട കുട്ടികൾ പറയാം. അപ്പോൾ ചിലർ ചോദിക്കും, എന്തുകൊണ്ട് 3 കുട്ടികൾ ജനിക്കുന്നില്ലേ, 5 കുട്ടികൾ ജനിക്കുന്നില്ലേ, അങ്ങനെ ഒരു ചോദ്യം വരും. അതും ഗ്രഹസംയോഗമാണ്. പുത്രസംയോഗം ലേറ്റ് ആയിട്ട് പലർക്കും കുട്ടികൾ ഉണ്ടാവുന്നു ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെയുള്ള ദമ്പതികൾക്ക് പരിഹാരമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടാവും? ശ്രീകൃഷ്ണന് തൃക്കൈവണ്ണ തിരുമധുരം നേർച്ച നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അവിടെ ചോറൂണ് നേരുക, കൃഷ്ണൻ ശ്രീകൃഷ്ണന് ഗുരുവായൂർ നേരാം. അനുബന്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അമ്പലപ്പുഴ നേരാം, തുലാഭാരം നേരുന്നതൊക്കെ പെട്ടെന്നുള്ള ഇഷ്ടസന്താനം കിട്ടാനുള്ള നേർച്ചയാണ്. അപ്പോൾ പുത്രഭാഗ്യത്തെ പറ്റി ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച സാറിന് നന്ദി, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.